ഞാൻ ജീസനെ കണ്ടു കേട്ടോ. ജീസൻ പൊട്ടിച്ചിരിക്കുക, ഒരു രക്ഷയില്ല. അവിടുന്ന് ഇവിടുന്ന് എല്ലാം കോള്. ജീസന്റെ ഫോൺ ഹാങ്ങായി, സംഭവം വേറെ ലെവലിലേക്ക് പോയി. നേരത്തോടെ നേരമായപ്പോഴേക്കും വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വന്ന ജീസന്റെ കഥ കണ്ടത് 90 ലക്ഷം പേരാണ്. അവന് വന്ന എൻക്വയറി 5000-ലധികം. 2 തരം ആൾക്കാരാണ് എന്നെ കോൺടാക്ട് ചെയ്ത്. ഒന്ന്, ചേട്ടാ ഇതുപോലെ ഞങ്ങൾക്കും ഉണ്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത്, ചേട്ടനൊരു വീഡിയോ ചെയ്ത് ഞങ്ങളെ സഹായിക്കാവോ? തീർച്ചയായിട്ടും സഹായിക്കാം. രണ്ടാമത്തെ കാറ്റഗറി, ഇതുപോലെ പിള്ളേർ എന്തെങ്കിലും കുഞ്ഞു പണികളൊക്കെ ആയിട്ടിറങ്ങുവാണെങ്കിൽ ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാം. തൃശ്ശൂരിൽ എറണാകുളത്തും തിരുവനന്തപുരത്തും ഇതിന് കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തുനിന്നും അതുപോലെ റിക്വസ്റ്റുകൾ വന്നു. ജീസനെ പോലുള്ളവരുണ്ട്, പരിചയപ്പെടുത്താവോ. ഓർക്കണം, ഇതേ സംഭവമാണ് പാർട്ട് ടൈം ജോബ് എന്നൊക്കെ പറഞ്ഞ് യൂറോപ്പിലും ഓസ്ട്രേലിയയിലും കാനഡയിലും UK നമ്മുടെ ആൾക്കാരങ്ങ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി ജീസന്റെ കഥ. നാട്ടിൽ ഫേമസ് ആയി, നാട്ടിൽ നിന്നല്ല കേരളം മൊത്തം, ലോകം മൊത്തം ജീസൻ ഫേമസ് ആയിക്കൊണ്ടിരിക്കുക. ഒറ്റ ദിവസം കൊണ്ട് 10,000-ലധികം ഫോളോവേഴ്സ്. തീർന്നില്ല, ഏഷ്യാനെറ്റ് ന്യൂസുകാർ രാവിലെ നാളെ ജീസന്റെ വീട്ടിലെത്തും. പാലക്കാടുള്ള നല്ലൊരു ഹയർ സെക്കൻഡറി സ്കൂള്, അവിടെ നല്ലൊരു ഓഫർ വന്നേക്കുവാണ്, +1 +2 ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം എന്നെ വിളിച്ച ജീസനോട് പറയാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ്. ക്ലബ് FM എന്നൊരു ഇൻ്റർവ്യൂ വന്നേക്കുന്നു. ജീസനെ കൂട്ടുകാരെയും കാണാൻ വേണ്ടിയിട്ട് ഓസ്ട്രേലിയ എന്നൊക്കെ സമ്മാനങ്ങളുമായിട്ട് ആൾക്കാർ വരുന്നു. ചുമ്മാ ഇരുന്നാലൊന്നും കാര്യം നടക്കുകയില്ല. എന്തെങ്കിലും ചെയ്യാൻ റെഡിയാണോ? ഒരുപാട് അവസരമുള്ള കാലമാണ് നമ്മുടേത്. നമ്മുടെ ഇവിടെ അവസരമില്ലെന്ന് ആരാ പറഞ്ഞ്? നിങ്ങൾക്കൊരു പാർട്ട് ടൈം ജോബിന് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ ഗൂഗിൾ ഫോം ഉണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യുക. കേരളത്തിലുടനീളം കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സാധ്യത, അതിനെ ബാലവേല എന്നൊന്നും കണ്ട ആരും പരിഹസിക്കൊന്നും വേണ്ട. കൊതുക് ശല്യം അങ്ങ് രൂക്ഷമാകാൻ പോവാം. ഒത്തിരി വീടുകൾ ഈ ചിരട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ കമത്തി വെക്കാൻ വേണ്ടി ആൾക്കാരുണ്ട്. +1 +2 ഒക്കെ പഠിക്കുന്ന പെൺപിള്ളേരോട് പറയുക, ഒരു സാറ്റർഡേ നിങ്ങളൊന്ന് ഗ്രൂപ്പായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വലിയ ജോലി സാധ്യതയുണ്ട്. നിങ്ങളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വീട് നിങ്ങൾക്ക് ജോലി തരാതിരിക്കുകയല്ല. ഒന്ന് ഇറങ്ങുന്നേ, നമ്മുടെ ഒരു സേഫ് സോണിൽ നിന്നൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ വലിയ സാധ്യത നമ്മൾ കണ്ടെത്തും, ഉറപ്പാണ്. ഒന്നും അറിയാത്ത ഞങ്ങളുടെ കൊച്ചു നാട്ടിൽ റോബിൻ സെലിബ്രിറ്റിയായി, വലിയ സെലിബ്രിറ്റിയായി ജീസൻ. ഞാൻ ഇന്നലെ ജീസനെ കണ്ടു. ജീസൻ പൊട്ടിച്ചിരിച്ചോണ്ടേ ഇരിക്കുക. ജീസൻ ഇനിയും ചിരിക്കും. കേരളത്തിന്റെ അങ്ങിങ്ങോളം നമ്മളെ സഹായിക്കാനായിട്ട് ഞാൻ കൊണ്ടിരുന്ന പ്രൊജക്റ്റിനെ എന്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ഗ്രൂപ്പുണ്ട് കേട്ടോ. അവരോട് പറയുക, തൃശ്ശൂരുള്ള നമ്മുടെ പിള്ളേർക്ക് ജോലി വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ ആളുണ്ട്. ഓർക്കണം, ബംഗാളികളൊക്കെ നാട് വിട്ടു. നമ്മുടെ ആൾക്കാർക്ക് വലിയ സാധ്യതയുണ്ട്, ചുമ്മാ പറയുന്നൊന്നുമല്ല. അതുകൊണ്ട് വെറുതെ ഇരിക്കാന്ന് വിചാരിക്കണ്ട, ഇറങ്ങിപ്പോരെ, സംഭവം നമുക്ക് തകർക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.